അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ഒരു ഹൈക്കിംഗ് ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ കൂടെ കൂടിക്കോ. എന്നാൽ ശരി, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ പോണ വഴിയാണ്. നമ്മളിന്ന് ഹൈക്കിംഗ് ട്രൈ ചെയ്യാൻ പോണത് ചിമ്മിനി ഡാം, നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം. ഓക്കെ, അവിടേക്കാണ് പോണത്. അപ്പം നോക്കാം സക്സസ് ആവുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഹാൻഡ് ബ്രേക്ക് കറക്റ്റ് ആയിട്ടില്ല, ഭയങ്കര സാധനം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ അങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടാ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇങ്ങനെ കൊട്ടവഞ്ചിയിൽ നമ്മൾ ഡാം ഇങ്ങനെ ക്രോസ് ചെയ്യണം കേട്ടോ. ആ സീനാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാക്കേജും നോക്കുക. ഇത് ചെയ്തില്ലേ, ഇത് കൂടാണ്ട് അത് കഴിഞ്ഞിട്ട് അവരെന്താ അങ്ങോട്ടൊക്കെ പോണ്? ഒഴുക്കുണ്ടാ? പൊളിച്ചു. അപ്പം അങ്ങനെ നമ്മളൊന്ന് നമ്മുടെ അനിയങ്കടി ഒന്ന് കറക്കിട്ടാ. അടിപൊളി. അതവിടെ മസിൽ പിടിച്ചിരിക്കുക. അയ്യോ അയ്യോ അയ്യോ, തലറങ്ങി. അടിപൊളി. ശരിക്കും ട്രക്കിംഗ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് ക്രോസ് ചെയ്തു കഴിഞ്ഞിട്ട് ഇതാണ് നമുക്ക് ശരിക്കും ട്രക്കിംഗ് തുടങ്ങുന്നത്. അടിപൊളി, നല്ല കൂളിങ് കേട്ടോ, സൂപ്പർ. ലേസിൽ നിൽക്കണ പോലെ നല്ല തണുപ്പാട്ടാ, അടിപൊളി. നടക്കാൻ പോണത് ഇതിലെ പോയിട്ട് തിരിച്ചെങ്ങനെ വരുന്നത്, തിരിച്ചിതിലെ വരില്ല കേട്ടോ. ഇനി പിന്നെ അതിനകത്ത് എല്ലാ ആനിമൽസും ഉണ്ട്. അപ്പം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. പാമ്പുണ്ടാവും. പിന്നെ എൻ്റെ പേര് തങ്കമണി, ചേട്ടൻ്റെ പേര് പുഷ്പൻ. പിന്നെ സൗണ്ട് പരമാവധി കുറയ്ക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കുക. പിന്നെ നിങ്ങൾക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ പതുക്കെ കേട്ടോ. പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. പിന്നെ നമ്മുടെ സ്മെല്ലൊക്കെ അവർക്ക് വേഗം മനസ്സിലാവും. പിന്നെ ഇന്നലെ ചേട്ടൻ പറയണ്ടായി രാവിലെ കടുവരെ സൗണ്ട് കേട്ടുന്നു ഒരു ആളുകൾ പറ്റിയിട്ട്. അപ്പോൾ കാണാൻ ചാൻസ് കണ്ടെന്ന് പറയാം. അപ്പം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് കരടീനെ, കടുവേനെ, കുട്ടീനെ കണ്ടിട്ടുണ്ട്. പിന്നെ ആനേനെ കണ്ടിട്ടുണ്ട്. ഈ വഴിക്ക് പോയിട്ടുണ്ട് 9 ആനേനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അപ്പം നമ്മുടെ വഴി ബ്ലോക്കായി. അപ്പോൾ പുതിയ വഴി വെട്ടി കണ്ട. ഈ വള്ളിയാണെന്ന് തോന്നിട്ടോ. ഒരു മരം കടപ്പുഴയ്ക്ക് വീണു. അങ്ങനെയാണ്. എത്ര ടീമായിട്ടാണ് നമ്മുടെ ഉള്ളത്? മൊത്തം 10 പേരുണ്ട്. വീഡിയോയിൽ നമുക്കിങ്ങനെ മനസ്സിലാവുമെന്നറിയില്ല. ഒരു 3 ആൾ പിടിച്ചാൽ പിടിയെത്തൂല. കാഞ്ഞിരത്തിൻ്റെ കാഞ്ഞിരം കേട്ടത്. കാഞ്ഞിരം എന്തിട്ട സാധനം കാഞ്ഞിരം അല്ലേ.
3 ആൾ പോരായിരിക്കും വരും കേട്ടോ. 4 ആൾ വേണ്ടി വരും. ഉറപ്പിക്കാം 4 ആൾ. അടിപൊളി, സൂപ്പർ, നല്ല കൂളിംഗ് കേട്ടോ. പുല്ലാനി എല്ലാവർക്കും അറിയായിരിക്കും. അതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്. ഇപ്പോൾ നമുക്ക് വെള്ളമൊക്കെ കിട്ടാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്, നമുക്ക് കുടിക്കാം. ആ 2 തലം വെട്ടുക. 2 തലം വെട്ടിയിട്ട് വെള്ളം കുടിക്കുന്നത്, വെള്ളം നമുക്ക് കിട്ടാണ്ടായി കഴിഞ്ഞാൽ മരമല്ല, ആ വള്ളി. അപ്പം അങ്ങനെ കാടിൻ്റെ പ്രകൃതിയുടെ ഒരു അത്ഭുതം. ഈ അട്ടല്ല പ്രശ്നം, വേറെ അട്ടുണ്ട്. ഇത് തേരട്ട പന്നിയുടെ വികൃതികൾ അല്ലേ? മുള്ളൻ പന്നി അല്ലേ? മുള്ളൻ പന്നിയുടെ വികൃതി എന്ന് പറയണ്ട, കൊച്ചു പിള്ളേരുടെ കാലടി പോലെയൊന്നും കണ്ട. അടിപൊളി. ഇത് സർവേക്കല്ലാന്ന്. ഇവിടെ വരെ ഡാമിലത്തെ വെള്ളം കയറുന്ന പറയണേ. ഫുള്ളാവുള്ളൂ അല്ലേ? അതാ, ഇവിടെ വരെ വെള്ളം കയറി കഴിഞ്ഞാൽ ഡാം ഫുള്ളാണ്. സർവേക്കല്ലിൽ നിന്ന്. അടിപൊളി അതാ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കുറ്റീൻ്റെ ഇട്ടാൽ നോക്കിയാണോ നമ്മൾ? ഒരു അരുവി ഉണ്ടെന്നുണ്ടല്ലോ ഇവിടെ, സൗണ്ട് വരുന്നുണ്ട്. അടിപൊളിട്ടോ. വെയിലൊന്നും ഇങ്ങോട്ട് അടിക്കുന്നില്ല. സമയം 11. എത്ര സമയം അല്ല, വാച്ചും വീച്ചൊന്നും ഇല്ല, മൊബൈലൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ള നിശബ്ദമായിട്ടിരിക്കുമ്പോഴേ ഈ അരുവിയുടെ സൗണ്ട് ഉണ്ടല്ലോ, ഒരു പ്രത്യേക വൈബാട്ടോ. ഒരു സൗണ്ടില്ല, എന്താ പറയുക, സൂര്യപ്രകാശം അടിയിലേക്ക് കേൾക്കണില്ല. കണ്ട അവിടേക്കൊക്കെ നോക്കിയാൽ അവിടെ കണ്ട, ഇവിടെയൊന്നും സൂര്യപ്രകാശം അടിയിലേക്ക് കേൾക്കണില്ല. അത്ര നിശബ്ദമായിരിക്കുമ്പോൾ ഈ അരുവിയുടെ സൗണ്ട് എന്ന് പറയണത് ഒരു അടിപൊളി. കടാ ചെറിയൊരു അരുവി നമുക്ക് കടാ, വലിയ തണുപ്പില്ല കടാ. സൂര്യപ്രകാശമൊന്നും അടിയിലേക്ക് അടിക്കില്ല കടാ. നമുക്ക് പോകാനുള്ള വഴിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പുഷ്പഞ്ചേട്ടൻ കേട്ടോ. കടാ, ഇതിവിടെയൊക്കെ ചെറുതായിട്ട് സൂര്യപ്രകാശം ചില സ്ഥലങ്ങളിലേക്ക് വരുന്നുണ്ട് മാത്രമല്ല. അടിപൊളി. മോനെ മഴ പെയ്താൽ കുടയൊന്നും വേണ്ടല്ലോ ഏട്ടാ. അടിപൊളി. നമുക്ക് സൂപ്പർ 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 വൈബിടാ. മോനെ എന്താണത്? നോക്കിയോളൂ, മേത്തോളം നോക്കിയോളൂട്ടാ. എൻ്റെ മോനെ പൊളി. മരങ്ങളാടാ. കണ്ട കൂണ് പോലെയൊക്കെ ഉണ്ടായി. സൂപ്പർ. താഴേക്ക് നോക്കി കഴിഞ്ഞാണ്ടല്ലോ വെള്ളം കാണാം. ഡാമിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. വെള്ളം ഇവിടെ വരെ കെട്ടിക്കണേ. എന്തോ വെള്ളമായിരിക്കില്ല. അപ്പോൾ ഇത് നമ്മുടെ പഴയ സമയത്ത് വീടിൻ്റെ സൈഡിലൊക്കെ കാണാം. ചതവയ്ക്ക് വള്ളിയായിട്ട് കയറുന്നൊരു സാധനമാണ്. ഇതൊക്കെ എന്തൊക്കെ മെഡിസിനാണ്. അതിൻ്റെ കിഴങ്ങൊക്കെ എടുത്ത് എന്തോ മെഡിസിനാണ് സംഗതി, നമുക്കറിയില്ല.
ഇരുമുള്ള ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്താണത്. എൻ്റെ വലിപ്പം കണ്ട, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. എന്ത് സൈസ് ഇരുമുള്ള അടിപൊളിട്ടാ. ഇതാണ് ചീനി എന്ന് പറഞ്ഞ മരട്ടാ. എന്തിട്ട് വേരുകൻ. വേരിൻ്റെ ഒക്കെ വലിപ്പം വേണ്ട. ഇതിലൂടെയൊക്കെ എന്തിട്ടത്. എൻ്റെ അമ്മ ടാങ്ക് പോലെ ഇത് പൊത്തൊക്കെ ഉണ്ടില്ല. റിസ്ക് എടുക്കാൻ കണ്ട നോക്കിയാൽ. എനിക്കറിയില്ല ഇത് എത്ര ആൾ പിടിച്ച വട്ടത്തൊന്നും എനിക്കറിയില്ല. ഒരു 5 ആൾ എന്തായാലും നടക്കും. അക്കമതാണ് വേരിൻ്റെ ഒരാളുടെ ഹൈറ്റിന് കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കും തള്ളല്ല അത്രേൻ്റെ അതിലും കൂടുതലുള്ളൂ. ഹൈറ്റ് ഇത് കണ്ടില്ല. ഈ വെള്ളം കാണാം കുറേശ്ശെ കാണാം. കിട്ടില്ലേ? ഉണങ്ങിയതല്ലേ? ഇതെന്തിട്ട് സാധനം ഈ കയറി ചുറ്റി കയറിയേക്കുന്നത്? ചേല. കണ്ടോ, ചേലാന്ന് പറഞ്ഞ സാധനം ചുറ്റി കയറിയതാണ്. കയറി ആനയുടെ വികൃതിയാ. ഇതിൻ്റെ കൊല്ലില്ലേ? ആ ഇതിൻ്റെ തൊലി. ആ ഓക്കെ. അതേ കുരങ്ങൻ ദേ പോണു. തേടി കണ്ടില്ലേ? ഇപ്പോഴും കണ്ടില്ലേ ഞങ്ങൾ കണ്ടു. നിങ്ങൾ കണ്ടില്ലേ? ദേ പോണു. വെള്ളക്കുരങ്ങനെ കണ്ടു. അതെ വെള്ളക്കുരങ്ങൻ ദേ പോണു. അങ്ങനെ നമ്മളാദ്യമായിട്ട് കുറച്ച് വെയിലുള്ള സ്ഥലത്തെത്തി. ഇത് വ്യൂ പോയിൻ്റാണോ? ഇവിടെ നിന്ന് എന്തൊരു വ്യൂ പോയിൻ്റാണെന്ന് പറയണത്. നോക്കാം. ഇപ്പോൾ ചേട്ടാ എത്ര കിലോമീറ്റർ ആയിട്ടോ? അതെ. ഇപ്പോൾ നമ്മളെവിടെ ആയിട്ടൊന്നുമില്ല കേട്ടോ. എന്തായാലും ഒരു 2 കിലോമീറ്റർ ആയിട്ടുണ്ടാവുള്ളൂ. അടിപൊളി വ്യൂ. എങ്ങനെയുണ്ട് വ്യൂ? പട്ടി കറിക്കാനൊക്കെ കളിച്ചാലും നമ്മൾ സൂപ്പറാട്ടാ. ആരും എത്തിയിട്ടില്ല, ഒക്കെ വരണുള്ളൂ. നമ്മൾ ഹൈക്കിങ് ചെയ്യുന്നതിൻ്റെ പവറാണിത്. ഇത് കഴിക്കുന്ന കൂണാണത്? അല്ലല്ലോ, കംപ്ലീറ്റ് കൂണ്. അടിപൊളി കുറ്റി. കാട്ടുമാവൂട്ടാ. ചെറിയ മാങ്ങ ഉണ്ടാവില്ലേ? ആ അതേ കണ്ട. ഇതുമതേ വള്ളി ഇത് കെട്ടിക്കണ്ട. ഇതുമ്പോൾ കയറാൻ വേണ്ടി ഇത് അടിച്ച് കെട്ടിയേക്കണ്ട. കണ്ട ഇതണ്ട, ഇത് പിടിച്ചെത്തില്ല. കണ്ട ഇതുമ്മ ചവിട്ടിയിട്ട കയറുക. കണ്ട ആ മോള് വരെ. അടിപൊളി.
ഇത് ചേട്ടാ എന്ത് പറയാട്ടാ ഇത് ഇത് മരുത് ഒരു 1.5 മരുത് കാണാൻ പറ്റിയിട്ട് നമുക്ക് പോണ വഴിയിൽ. എൻ്റെ അമ്മ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നുണ്ടല്ലേ, ചെറിയൊരു സൗണ്ട് കേൾക്കണ്ടല്ലോ, അരുവി. പിന്നെ ആനേനെ ഇങ്ങനെ കാണുക, ആന കംപ്ലീറ്റ് നാട്ടിലല്ലേ, കാട്ടിൽ പിന്നെ ഇങ്ങനെ ആനേനെ കാണുക. ആ നമ്മൾ വീണ്ടും ഒരു അരുവിയുടെ അടുത്തെത്തിട്ടാ, അടിപൊളി. കേട്ടോ അവിടെയൊക്കെ എന്തൊക്കെയോ നല്ല പാറ വ്യൂ ഒക്കെ കാണാനുണ്ട്, പക്ഷേ കാട് കാരണം കാണാൻ പറ്റുക. അതെ ഇതാണ് ഈ അരുവി. അതെ കേട്ടോ അവിടെ നല്ല എന്താ പാറയെന്ന്. ഓ ചേട്ടാ അവിടെ നല്ല വ്യൂ ഉണ്ടല്ലേ, അടിപൊളി പാറ, പക്ഷേ തെന്നി തെറിച്ച് കിടക്കാനുണ്ട്. ഓക്കെ നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല, ഉള്ളത് കണ്ടു പോവാ തന്നെ. അടിപൊളിയൊരു പാറ. ഇത് വറ്റിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഒറ്റക്കട എടുക്കുക, ഒറ്റക്കട എടുത്തിട്ട് അതിൻ്റെ വേര് ചതച്ച് നീര് ഉപ്പ് ചേർത്തങ്ങോട്ട് സമം അടുപ്പിട്ടിക്കുക, കുടിക്കാതല്ലേ. എടംപെരി എന്നാ പറയട്ടെ ഈ സാധനം, എടംപെരി എന്ന് പറഞ്ഞ എടംപെരി. അപ്പോൾ ഇത് ഭയങ്കര ഔഷധമാണെന്നാ പറയണത്. ആ ഇതാണ് തിപ്പല്ലി, ഇത് തിപ്പല്ലി വെറ്റിലല്ല. ഓക്കെ തിപ്പല്ലി. ഇതും ഇങ്ങനെ തന്നെയാണ്. കാട്ടിൽ വരലുണ്ട്. ഓ അണ്ണാറപ്പച്ച ഉണ്ടാ, ചെറുപ്പത്തിൽ സ്ലേറ്റ് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? തണ്ടൽ വേദനയ്ക്കുള്ള മരുന്നാണ്. അതിൻ്റെ പേരെന്താ ചേട്ടാ? അമ്മി മുറിയൻ. ഇതിൻ്റെ എന്താണ് സംഗതി? തണ്ടൽ വേദനയ്ക്ക് എടുക്കുക വേര്. അമ്മി മുറിയൻ തണ്ടൽ വേദനയ്ക്ക് സൂപ്പറാണെന്ന് പറയുന്നത്. ഇതൊരു വേരല്ലേ ഇത്? പുല്ലാനി. ആ ഇതാണ് വെള്ളം കുടിക്കുന്ന സാധനം കേട്ടാ, ഇതിൻ്റെ ഇത് കണ്ട അറിയില്ലേ? ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്, കുടിക്കാം. പിന്നെ അടിപൊളി. അപ്പോൾ നമ്മളങ്ങനെ കയറ്റം, ചെറിയൊരു കയറ്റം ട്രക്കിങ് ചെയ്യുന്നതിൻ്റെ ഒരു ഫീല് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അടിപൊളി. അതിൻ്റെ സ്ലിപ്പ്. വണ്ടി കൊണ്ട് വലിക്കില്ല എന്നാ പറയുന്നത്. സമാധാനത്തിൽ കയറിയാൽ മതി. അടുത്തൊരു വ്യൂ പോയിന്റ്, ഇത് കോറി. ഡാമിന് ആവശ്യമായ കല്ലൊക്കെ എടുത്തേക്കുന്നത് ഇവിടെ നിന്നാണ് പറയണത്. 1.5 കോറി കേട്ടോ. അതെ അതെ ആ ഭാഗത്തു നിന്നൊക്കെയാണെന്നാ പറഞ്ഞ കേട്ടേട്ടാ. ഇപ്പോൾ നമ്മളുള്ളത് കോറിയുടെ ഭാഗത്താണ്. ഇതിവിടെ ആയിരുന്നു കോറി കേട്ടോ. ഈ ഡാം പണിയാനുള്ള കല്ലൊക്കെ എടുത്ത് ഇവിടെ നിന്നാണെന്നാണ് പറയണത് കേട്ടോ. ഭയങ്കര വലുപ്പമുള്ള കോറിയാണെന്ന് പറയുന്നത്. ഇപ്പോൾ ഫുള്ള് വെള്ളം കയറി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇതൊന്നും കാണാൻ പറ്റില്ല. ഓക്കെ തിരിച്ചോടാ, ഒന്ന് സറൗണ്ടൊന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഹൈക്കിംഗ് ടീം, അല്ല ഇന്നത്തെ ട്രക്കിങ്ങിൻ്റെ ടീം.
ഈ 4 പേര് ഞങ്ങൾ വന്നു. പിന്നെ ബാക്കിയുള്ള ആളുകൾ നമ്മളെ എറണാകുളം ഭാഗത്തു നിന്നും, പിന്നെ എവിടെയാണ് പറഞ്ഞ ഇരിങ്ങാലക്കുട ആവാം, അതൊക്കെ പറയുന്നുണ്ട്. ഇതാണ് പിന്നെ നമ്മുടെ ചേട്ടന്മാർ. ഓക്കെ, നമ്മുടെ ഗൈഡ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടുത്തെ വിശ്രമവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇവിടെ നിന്ന് പോവുകയാണ്. അടിപൊളി കേട്ടോ, സൂപ്പർ, അടിപൊളി അല്ലേ, അടിപൊളി. ആവൽ എന്നാ പറയാൻ ആവൽ ഇത് തൈക്കള് കേട്ടോ, ആവലിൻ്റെ തൈക്കളാണെന്നാ പറയണത്. അടിപൊളി, നല്ല സൂപ്പറായിട്ട് കേട്ടോ. നിൽക്കണ എന്താ കൂളിങ് അല്ലേ അതിൻ്റെ ഉള്ളിൽ. ശരിക്കും ഇവിടെ വന്നിട്ട് റെസ്റ്റ് എടുക്കണ്ടായിരുന്നു. എന്താ കൂളിങ് നോക്കി. രസമായിട്ട് രാവിലെ തന്നെ എന്താ രസല്ലേ. ഇതൊക്കെ തീ കത്തിപ്പിടിച്ച് നിൽക്കണ പോലെ ഉണ്ടല്ലേ. ഇവിടെയൊക്കെ കാട്ടു തീ കയറിയുന്നുണ്ട് ചെറുതായിട്ട്. എൻ്റെ അമ്മ കണ്ടാ, ഒരു മരം കണ്ടില്ലേ ആവല, എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ ആ പൂപ്പനാണ്. അത് വലുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ വരും. ഇത്ര വലുതാവെന്ന് പറഞ്ഞു. കണ്ട അവിടെ കണ്ടതൊക്കെ നമ്മൾ തൈ മരങ്ങളാണ് കണ്ടത്. കണ്ട വലിപ്പം കണ്ട. ആ നിൽക്കാം. നമ്മുടെ ഡാമിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ കൈവഴികൾ ഇങ്ങനെ കയറി കിടക്കണ. എന്തിട്ട് സാധനം എന്നറിയില്ല, ഭയങ്കര വലിപ്പം കേട്ടോ. പക്ഷെ വീഡിയോയിൽ അത്രയ്ക്ക് അങ്ങോട്ട് കാണല്ലേ. കണ്ട അടിപൊളി സാധനം, ശരിക്കൊരു പാത്രം പോലെ തന്നെ. അടിപൊളി. ഇടയ്ക്ക് കുറച്ച് അഭ്യാസങ്ങളൊക്കെ ആവാം. ആ നടക്ക് നടക്ക് നടക്ക്. അടിപൊളി. എന്തിട്ട സാധനമല്ല, ഇരുമുള്ളൊക്കെ കടപൊഴി കിടക്കണേ. അങ്ങനെ കുത്തനുള്ളൊരു ഇറക്കം കിട്ടിയിട്ടുണ്ട് നമുക്ക്. ചേട്ടൻ ഇറങ്ങി പോകണ കാണുമ്പോൾ അറിയാം എന്തോരം കുത്തനെയാണെന്നുള്ളത്. അത്ര വലിയ റിസ്ക്കുള്ളൊന്നുമില്ല. ഹൈ ഗിയറിട്ട് ഇറങ്ങിക്കോ. ആ ആടി വാങ്ങണേ. 1.5 2.5 വരും ചീനി. എന്തിട്ടാ വെളുപ്പല്ലേ. കണ്ടോ 2-2.5 പോരാ. അതിൻ്റെ വേര് കണ്ടതാ. കണ്ട ചേട്ടൻ്റെ ഒന്നല്ല, വേരിൻ്റെ വേണ്ട. അക്രമസാധനം, അക്രമസാധനം.
ഇതൊക്കെ രണ്ട് പേരിൻ്റെ ഇടയിലല്ല ഒരു സ്വിമ്മിംഗ് പൂള് പോലെ കിടങ്ങണ്ട. തുഷാരഗിരി പോയി നമ്മളല്ല കയറിയത്, തുഷാരഗിരി പോയിട്ട്. ആ അടിപൊളിട്ടാ, കുളിക്കാൻ തോന്നുന്നുണ്ട്, വെള്ളത്തിൽ ചാടാൻ തോന്നുന്നുണ്ട്. അടിപൊളി. നീന്താനൊന്നും പറ്റില്ല, വേണേ കുളിക്കാം. അപ്പം നമ്മുടെ കുളി തേവാരൊക്കെ കഴിഞ്ഞു നല്ല ഉഷാറായി. ആഹാ മേലെ ഒരെണ്ണം അടിയിലുണ്ട്. അടിയിലത്തെ വെള്ളം മാത്രമേ ഇതിലത്തെ വെള്ളം ഫുള്ള് വീണ്ടും ഒരു ചെറിയൊരു വെള്ളച്ചോല, ചെറിയ ഒരു തോട് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആഹാ അടിപൊളി ഒരു കല്ലുണ്ടല്ലോ എൻ്റെ. ഓ അടിപൊളി കല്ല്. നമുക്ക് പോകേണ്ട വഴി ഇതാണ് കേട്ടോ, എല്ലേ അവിടെ കയറി പോകണം. വന്നില്ലേ, ഇതിന് എന്തെന്നാ ഈ സ്ഥലത്തിന് എന്താ പറയാ, ഈ ട്രക്കിങ്ങിന് എന്തെന്നാ പറയാ സ്ഥലത്തിന്റെ പേരും? മങ്കുഴി ടു വിറകുതോട്. മങ്കുഴി ടു വിറകുതോട്. ഓക്കെ, അതാണല്ലേ ഈ ട്രക്കിംഗ്. ഇതാണല്ലേ വഴി. ഇത് ഈ വഴി എന്തിനു ഉപയോഗിച്ച വഴിയാണ്? ഇത് ജീപ്പ് ഫോറസ്റ്റിന്റെ വഴി അല്ലേ? എവിടെ വരെ പോകുന്നത് ഇത്? ഈ വഴി ഇവിടുന്ന് പുൽപ്പാറ കുറെ വഴിയുണ്ട് ഇവിടുന്ന്. നെല്ലിപ്പാറ, പുൽപ്പാറ. ആഹാ, കുറെ വഴിയുണ്ട്. എത്ര കിലോമീറ്റർ ഉണ്ട് അവിടുന്ന്? ആഹാ, നമ്മൾ പോകുമ്പോ ഫുഡ് കൊണ്ട് പോകണം. ആഹാ, അത് കുറെ വഴിയുണ്ടല്ലേ? ഇവിടെ വരെ വണ്ടിയൊക്കെ വരും അല്ലേ? വണ്ടി വരും. കാട്ടുവഴി. ആ കാട്ടുവഴി ബെസ്റ്റ് ഒരു പൂവൻകോഴി. ചാത്തൻ കോഴീനെ ഉണ്ട്. കാട്ടുവഴി നല്ല സൂപ്പർ, നല്ല സുന്ദരൻ, നല്ല ഭംഗിയാ. അല്ലെങ്കിലും ആണുങ്ങളെ കാണാൻ എപ്പോഴും നല്ല സൂപ്പറാണ്. ബേഡ്സിലല്ല, ആണുങ്ങളിലെ നമ്മുടെ മനുഷ്യന്മാരിലും ആണുങ്ങൾ തന്നെയാണ് ഭംഗി കൂടുതൽ. അല്ല, ബേഡ്സുകളിൽ മാത്രമല്ലല്ലോ. മയിലിനെ കണ്ടോ, ആനേനെ നോക്കുക, കൊമ്പൊക്കെ ആയിട്ട് നിൽക്കുന്നത് ആന തന്നെയാണ്. ബേഡ്സ് മാത്രമല്ല, മൃഗങ്ങളും. സിംഹത്തിനെ നോക്ക്, സിംഹത്തിൻ്റെ തല കണ്ടില്ലേ ഇങ്ങനെ, രാജാവിൻ്റെ രാജകല. കടുവ നോക്കുക, എല്ലാം അങ്ങനെ ആനിമൽസ് ഒക്കെ കാണാൻ ആണുങ്ങളെയാണ് ഭംഗി. അതുപോലെ മനുഷ്യന്മാരിൽ നോക്ക്, എല്ലാ ആണുങ്ങളെ കാണാനാണ് ഭംഗി.
മറ്റേ ഒരു കിളി, മറ്റേ ഇതുണ്ട് ഒരു കിളി, അതിൻ്റെ പേര് പറഞ്ഞല്ലോ, എന്ത് രസമാണ് മറ്റേ ആൺകിളീനെ കാണാൻ പറയാം. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ജോയിൻ്റ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ അടുത്ത് എൻ്റെ വീഡിയോ ഫോട്ടോ അടിച്ചതാണ്. എവിടെ കുട്ടികളുടെ കൂടി ഞാനും ഒരു 4 ദിവസമായിരുന്നു. പശുവും വരുന്നുണ്ടെന്നുണ്ടല്ലോ ഇവിടെ. അതിനാണ് ചിലപ്പോൾ ഇവർ കണ്ടിട്ടുണ്ടാവുക. നിങ്ങളുടെ ഉണ്ടോ? കണ്ടാ നമ്മുടെ കോറിയിലേക്കുള്ള വഴി കേട്ടത്. കണ്ടാ വെള്ളം ഭയങ്കരമായിട്ട് കൂടിയേക്കാം, അല്ലെങ്കിൽ ഇതിലേ നമുക്ക് കടന്നു പോകായിരുന്നു. ഇങ്ങനെ പോയിട്ട് അതിലേക്ക് കയറി പോകാം. ഒരു 5 മണി വരെ ചെല്ലുമ്പോഴേ ചിലപ്പോൾ ഒരു വെള്ളം നിരപ്പായി വേറുണ്ടാവും. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, ആൾക്കാർ അപ്പുറത്തേക്ക് പോകും. അത് കഴിഞ്ഞ് 6-6:15 ആകുമ്പോൾ നമ്മൾ വീടുകളിൽ ലൈറ്റൊക്കെ ഇട്ടു കൊടുക്കും. എനിക്ക് നമ്മളറിയില്ല ഇതിങ്ങനെ അനങ്ങാണ്ട് നിൽക്കും. അടുത്തെത്തുമ്പോൾ ആ മാനോടിയില്ലേ എന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞൊരു ആണതിലേ തന്നെ വന്നു. അവിടെ തന്നെ വന്നിട്ട് സോപ്പിൻ്റെ അവിടെ കയറുന്നു. സോപ്പിൻ്റെ അവിടെ കയറുന്നു. അവിടെ മണൽക്കാക്ക് ഫുള്ള് വലിച്ചു പോയിട്ട് അവിടെ 2 സ്ഥലത്ത് കൊണ്ടിട്ട് വലിയ താഴ്ചയാണ്. അപ്പം അങ്ങനെ നമ്മുടെ ട്രക്കിംഗ് ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. എട്ട് കിലോമീറ്റർ അല്ലേട്ടാ, ഏകദേശം 8 കിലോമീറ്ററാണ് അപ്പോൾ നമ്മൾ ഇന്ന് നടന്നത്. അടിപൊളി. അടിപൊളി. അങ്ങനെ നമ്മുടെ ട്രെക്കിംഗ് ഇത് അവസാനിച്ചിരിക്കുന്നു. അങ്ങനെ ഗേറ്റ് ചാടി അനുവാദമില്ലാതെ പ്രവേശിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ വന്ന സ്ഥലം ഇത്. അങ്ങനെ സംഗതി അവസാനിച്ചു. ബാ.